ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടോസ്റ്റി. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലബാർ സ്പെഷ്യൽ ചെമ്മീൻ ചോറാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഏകദേശം ബിരിയാണീൻ്റെ ആ ഒരു ടേസ്റ്റിലാണ് ഈ ഒരു ചെമ്മീൻ ചോറുണ്ടാവുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായി ഞാനിവിടെ 300 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. ഇനി ഒരു ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെച്ചിരുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നന്നായി ആകുന്നത് വരെ തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ റൈസ് ചെയ്തെടുക്കാനായി തുടങ്ങാം. അതിനായി ഒരു കടായിലേക്ക് ചെമ്മീൻ വറുക്കാൻ എടുത്ത എണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 ഏലക്ക, 6 ഗ്രാമ്പു, ചെറിയ 3 പീസ് പട്ടയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 വലിയ ഉള്ളി വളരെ തിന്നായി കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം അടച്ചു വെച്ച് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ കുക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായി കുക്കായ ശേഷം അതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളിയും 3 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കാം. ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 800 ഗ്രാം ബിരിയാണി റൈസ് നന്നായി വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കടായിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയെടുത്ത ശേഷം 2 ചെമ്മീൻ കൂടെ ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ഗരം മസാല, 1 പിടി മല്ലിയില, 1 കപ്പ് തേങ്ങ ചിരകിയത്, 2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം അരി എത്രയാണ് എടുത്തത് അതിൻ്റെ ഡബിളായി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ എല്ലാം മിക്സ് ചെയ്ത് തിളച്ച ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം.
ഇടയ്ക്കൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റി റൈസ് കുക്കായ ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത പ്രോൺസ് ചേർക്കാം. ശേഷം മൂടി വെച്ചൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇനി ഇതേ നമ്മുടെ ആവി പറക്കണ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇതിൻ്റെ സൈഡായി ചമ്മന്തിയും തൈരും എടുക്കാവുന്നതാണ്. ഒരു ബിരിയാണീൻ്റെ ഒക്കെ ടേസ്റ്റിലാണ് ഇതുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ബൈ.